ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിക്കുന്നൊരു സമയം അവന് ജോലിയില്ലാത്തതല്ല, ശമ്പളമില്ലാത്തതല്ല, സൗഹൃദമില്ലാത്തതല്ല, ബന്ധുക്കളില്ലാത്തതല്ല. എന്താ? ബോഡി ഷേമിങ് അല്ലേ? ഏതൊരു മനുഷ്യനെ തളർത്തിക്കളയുന്നൊരു സാഹചര്യമാണ് ബോഡി ഷേമിങ്. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയവർക്ക്, അനുഭവിച്ചവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അത് ഭയങ്കരമാണത്. അടുത്തിടെ സോഷ്യൽ മീഡിയകളെല്ലാം ഒരുപാട് ബോഡി ഷേമിംഗ് ആണ് നടക്കുന്നത്. ഇപ്പം ഞാൻ അടുത്തായിട്ട് കണ്ടത് ഒരു ഒരു ക്രിയേറ്ററാണ്. അവരുടെ ഇൻബോക്സിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് അത്, മുഖം കണ്ട എന്താ പറയുക, പട്ടിത്തീട്ടം കണക്കിരിക്കുന്നതെന്ന്. ഒരു വ്യക്തിയുടെ അവരൊരു ലേഡി കേട്ടോ, അവരുടെ ഇൻബോക്സ് വന്നില്ല, നിങ്ങളുടെ മുഖം പട്ടിത്തീട്ടം കണക്കിരിക്കുന്നത്. എങ്ങനെയുണ്ട് അവരുടെ ഒരു മാനസികാവസ്ഥ? എങ്ങനെയുണ്ടാവും? ഭയങ്കര തന്നെയാണത്. എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? അതിൻ്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് അവരുടെ പരിപാടി ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ അൺഫോളോ ചെയ്ത് പോക്കോന്നേ. എന്തിനാ അവർ ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു കമൻറ്റ് പറയണത്? അതുകൊണ്ട് എന്താ അവർക്കൊരു നേട്ടമുള്ളത്? അവരെത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? ഭയങ്കര തന്നെയാണത്. അവരുടെ മുഖത്ത് ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും പാടുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പം അവർക്കൊരു കുഴപ്പമുണ്ടാകില്ലായിരിക്കും. അവർക്ക് കുഴപ്പമില്ല, പിന്നെ കാണുന്നവർക്ക് എന്തായാലും കുഴപ്പം അല്ലേ? ഇപ്പോൾ ഈ ഇടയായിട്ട് 2-3 ദിവസമായിട്ട് മറ്റൊന്നും കൂടി കേൾക്കുന്നുണ്ട്. അവർ മില്യൺ കണക്കിന് വ്യൂസ് ഉള്ളതാണ് കേട്ടോ, ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പം അവരിതുപോലെ നിങ്ങളുടെ മുഖം ഗോമാതാവിൻ്റെ പിൻഭാഗം പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തിനാണ് പറയുന്നത്? ഈ പറയുന്ന ആൾക്കാരുടെ മുഖം അതുപോലെ ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പറയാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും ഒരാളെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കാണണ്ടെന്നേ. എന്തിനാ അവരെങ്ങനെ പറയുന്നത്? ബോഡി ഷെയിം ചെയ്യുന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അവനവന് ആരാന്ന് മനസ്സിലാക്കണം, ഈ പറയുന്ന ആൾക്കാർ ആരാന്ന്. അടുത്തിടെ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അത് ടി വിയിൽ വന്നൊരു പരിപാടിയായിരുന്നു, വിട്രോസ്റ്റോ അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞിട്ട്. അതും ശരിക്കും ഒരു കണക്കിന് ബോഡി ഷെയിം തന്നെയാണ്. എല്ലാ തരത്തിലും ബോഡി ഷെയിമാണ്. അപ്പം മറ്റുള്ളവരെ ബോഡി ഷെയിം നടത്തുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അവരവരെ ഏതെങ്കിലും രീതിയിലുള്ള കഴിവുകൊണ്ടായിരിക്കും ആ ഒരു ഫീൽഡിൽ, പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരുടെ കഴിവുകൾ കാണിക്കുന്നത്. അപ്പം ഈ കഴിവില്ലാത്തവനാണോ ഇനി കഴിവുള്ളവനാണോ ഈ നെഗറ്റീവ് പറയുന്നത്? കഴിവുള്ളവൻ പറയുമോയെന്ന് എനിക്കറിയില്ല. കഴിവില്ലാത്തവരേ പറയത്തുള്ളൂ അല്ലേ? കഴിവില്ലാത്തവർ അത് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വഴിക്ക് പോകണ്ടെന്നേ. എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഈ ബോഡി ഷെയിം നടത്തി അവർ ഗോമാതാവിൻ്റെ പിൻഭാഗം പോലെയുണ്ട്, പട്ടിത്തീട്ടം പോലെയുണ്ട്, അല്ലെങ്കിൽ ഈ പയ്യനോ അല്ലെങ്കിൽ ഈ ചെറുക്കനോ ഈ കൊച്ചെറുക്കനോ അവൻ സ്കൂളിൽ നിന്ന് അനുമതി മേടിച്ചോ, ഇങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് കഴിവുള്ളവർ വന്നിട്ട് അവിടെ പല രീതിയിലുള്ള പെർഫോമൻസ് കാണിച്ചു വെച്ചിട്ട് അവർ കൈയ്യടി മേടിക്കുന്നുണ്ട്. അപ്പം ആരെയും അങ്ങനെ പറയാതിരിക്കുക. എന്തിനാ അങ്ങനെ പറയേണ്ടത്? അവരാവശ്യമില്ല. ഇതൊന്നും ശരിക്കും നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്ററായിട്ടുള്ള അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പാരൻസോ അങ്ങനെ പറഞ്ഞ് അത് അവർ തന്നെ വന്ന് പറയുമ്പം ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ. കാരണം അവരുടെ പിള്ളേരോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അവരും ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും വേറൊരു ക്രിയേറ്ററെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അതെനിക്ക് ഇപ്പോൾ അടുത്ത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു മുഖം പട്ടിത്തീട്ടം പോലെ ഉണ്ടെന്നുള്ളത്. അത് ശരിക്കും എനിക്ക് നല്ലപോലെ ഫീൽ ആയത് ഇല്ലേ? നിങ്ങൾ കണ്ടു നോക്കി. അപ്പം അത് ശരിക്കും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കഴിവുള്ളവർ ചെയ്യട്ടെന്നേ, നിങ്ങൾ കാണണ്ട. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതികരിക്കാതിരുന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു പോവുകയാണ്. കാരണം ഇതൊക്കെ ഞാനൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഒരു കാല് വെച്ച് വരുന്ന ഒരാളാണ്. അപ്പം നമ്മളെക്കുറിച്ച് പറയുമ്പോഴും ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഈ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വീണ്ടും ഇത് പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ആളുകൾ പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ആരും പറയാതിരിക്കുക. കാരണം എല്ലാവരും അവരവരുടെ രീതിയിലുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ആ ഒരു നെഗറ്റീവ് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യരുത്. അപ്പം അത് വലിയൊരു ഈ കയറി വരുന്ന ആളുകൾക്ക് അതായത് അവരൊക്കെ നാളെ ആരായിത്തീരും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയാതിരിക്കുക. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇത് കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ആരെയും പറയാതിരിക്കുക. ഇപ്പം ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ സോഷ്യൽ മീഡിയ ഹൈലി ഫോളോവേഴ്സും ഫാൻസ് ഒരുപാടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവർ തമ്മി അങ്ങോട്ടും കൂടി പറയാതിരിക്കുക. കാരണം എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരേപോലെ ക്രിയേറ്ററായിട്ട് വന്ന് അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ
ഒരുപാട് ഇങ്ങനെ അവരെ അവഹേളിക്കാതിരിക്കുക. ഇതൊരു ശരിയായ ഒരു നടപടി, ഒരു രീതിയല്ല അത്. അപ്പോൾ പരമാവധി എല്ലാം ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലാതെ, നെഗറ്റീവ് ഇല്ലാതെ, അല്ലെങ്കിൽ പിന്നെ ബോഡി ഷെയിം ചെയ്യാതെ മുന്നോട്ട് പോവാം. അപ്പം കൂടുതലൊന്നും പറയാനില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറയാത്തതാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ.